കൊണ്ടോട്ടി നിയോജക മണ്ഡലം യു.ഡി.എഫ് സ്ഥാനാർത്ഥി ടി.പി. അഷ്റഫ് അലി നിലമ്പൂർ മണ്ഡലത്തിലെ എടക്കരയിലെത്തി വോട്ട് ചെയ്തു. മുസ്ലിയാരങ്ങാടി പൂവത്തിക്കൽ എം.ഐ.സി സ്കൂളിൽ 74 നമ്പർ ബൂത്തിൽ കുടുംബത്തോടൊപ്പം എത്തിയാണ് ടി.പി. അഷ്റഫ് അലി വോട്ട് രേഖപ്പെടുത്തിയത്. ജനവിരുദ്ധ സർക്കാരിനെ താഴെയിറക്കി യു.ഡി.എഫിന്റെ ജനപക്ഷ സർക്കാർ അധികാരമേൽക്കുന്ന തെരഞ്ഞെടുപ്പാകും ഇതെന്ന് ടി.പി. അഷ്റഫ് അലി പറഞ്ഞു. കേരളത്തിലെ തന്നെ മികച്ച വിജയങ്ങളിലൊന്നാകും കൊണ്ടോട്ടിയിലുണ്ടാകുക എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിലൊരു ഭരണമാറ്റത്തിലേക്കുള്ള വോട്ടെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. എല്ലായിടത്തും വർദ്ധിതമായ ആവേശമാണ്. യു.ഡി.എഫിന് അനുകൂലമായി വോട്ട് ചെയ്യാനെത്തുന്ന ആളുകളുടെ നീണ്ട നിരയാണ് എല്ലായിടത്തും രാവിലെ മുതലേ കാണുന്നത്. യു.ഡി.എഫിന്റെ പ്രവർത്തകരെല്ലാം വർദ്ധിതമായ ആവേശത്തോടുകൂടി ആളുകളെ വോട്ട് ചെയ്യിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒരു ഭരണമാറ്റമുണ്ടാകും. യു.ഡി.എഫ് ശക്തമായി തിരിച്ചുവരുമെന്നുള്ളതാണ് എല്ലായിടത്തും കാണുന്ന പൊതുവായ ട്രെൻഡ്. അതിൽ ഉജ്ജ്വലമായ വിജയം നേടി മലപ്പുറം ജില്ലയിൽ നിന്ന് കൊണ്ടോട്ടി നിയോജക മണ്ഡലവും ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഈസ്റ്റ് ലൈവ് എടക്കര. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബണ്ടൂർ ആൻഡ് എലങ്കൂർ.